ആദ്യത്തെ 6 മാസങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങളുടെ മുലപ്പാൽ മാത്രം നൽകേണ്ടത് പ്രധാനമാണെന്ന് ഞങ്ങൾ ഓരോ മുലയൂട്ടുന്ന അമ്മയെയും ഉപദേശിക്കുന്നു. എന്നാൽ മറ്റു ചില സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട്. എന്തെന്നാൽ നിങ്ങളുടെ കുഞ്ഞിന് ഫോർമുല പാൽ നൽകേണ്ടത് ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളുടെ പാൽ പുറത്തെടുക്കാനും സംഭരിക്കാനും നിങ്ങളുടെ കുഞ്ഞിന് നൽകാനും ബ്രസ്റ്റ് പമ്പ് ഉപയോഗിക്കാം. ബ്രസ്റ്റ് പമ്പ് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് മാനുവൽ ബ്രസ്റ്റ് പമ്പ്, മറ്റൊന്ന് ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ്. ഒരു മാനുവൽ ബ്രസ്റ്റ് പമ്പിന് നിങ്ങളുടെ കൈകൾ ഉപയോഗിച്ച് മുകളിലേക്കും താഴേക്കും പമ്പ് ചെയ്യേണ്ട ഒരു ഹാൻഡിൽ ഉണ്ടാകും. ഈ പ്രവർത്തനം നിങ്ങളുടെ സ്തനത്തിൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. ഇത് കുപ്പിയിൽ ശേഖരിക്കുന്ന പാൽ പുറത്തെടുക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഒരു ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ് സമാനമായി തന്നെ പ്രവർത്തിക്കുന്നു. ഒരേ ഒരു വ്യത്യാസം, ഒരു ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പിന് ഈ ഹാൻഡിൽ ഇല്ല. പകരം നിങ്ങളുടെ കൈകൾ വിശ്രമിക്കാൻ അനുവദിക്കുന്ന പമ്പിംഗ് യാന്ത്രികമായി ചെയ്യുന്ന ഒരു ഇലക്ട്രിക് മോട്ടോർ ഉണ്ട്. നിങ്ങൾ ഒരു മാനുവൽ ബ്രസ്റ്റ് പമ്പ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഓർക്കേണ്ട രണ്ട് പ്രധാന നിയമങ്ങളുണ്ട്. പമ്പ് ചെയ്യുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾക്ക് സുഖപ്രദമായ ഒരു തലത്തിലേക്ക് സമ്മർദ്ദം വർദ്ധിപ്പിക്കുക എന്നതാണ് ആദ്യത്തെ നിയമം. കുറഞ്ഞ സമയത്തിനുള്ളിൽ ധാരാളം പാൽ എക്സ്പ്രസ് ചെയ്യാൻ സമ്മർദ്ദം വളരെ ഉയർന്ന തലത്തിലേക്ക് സജ്ജീകരിക്കണമെന്ന് പല അമ്മമാരും കരുതുന്നു. എന്നിരുന്നാലും ഇത് പൂർണ്ണമായും തെറ്റാണ്. അങ്ങനെ ചെയ്യുന്നത് പമ്പ് ചെയ്യുമ്പോൾ വേദനയുണ്ടാക്കുകയും കുറഞ്ഞ അളവിൽ പാൽ പുറത്തുവിടുകയും ചെയ്യും. രണ്ടാമത്തെ പ്രധാന നിയമം, പമ്പ് ചെയ്യുമ്പോൾ ഓരോ ബ്രസ്റ്റും കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും പമ്പ് ചെയ്യണം. നിങ്ങൾ 15 മിനിറ്റിൽ താഴെയാണ് പമ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മതിയായ അളവിൽ പാൽ ലഭിക്കുന്നില്ല. നിങ്ങൾ കൂടുതൽ സമയം പമ്പ് ചെയ്താൽ നിങ്ങളുടെ നെഞ്ചിൽ വേദന അനുഭവപ്പെടാം.